السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ച തമ്പുരാൻ അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി ലോകത്തോട് വിട പറയാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും ആജിലും മുസ്തമിറുമായ ഷിഫ പ്രദാനിക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തോടത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായും സാമ്പത്തികമായും ശാരീരികമായൊക്കെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലാഹു എല്ലാവർക്കും ആശ്വാസവും സൗഖ്യവും നൽകുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതിയുടെ പേരിലും മറ്റും പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിപായി ലഹള എന്ന് വിളിച്ച് ബ്രിട്ടീഷുകാർ പരിഹസിച്ച 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം മൂർ അന്നത്തെ വൈസ്രോയിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ വില്യം മൂർ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ പ്രബുദ്ധരായ ഒരു സമൂഹമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് നമുക്കവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമായിക്കൊള്ളുന്നില്ല. 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞാലേ ഈ രാജ്യത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ. ഒന്ന്, മുസ്ലിമീങ്ങൾ ജിഹാദി വീര്യമുള്ള ആളുകളാണ്. അവരുടെ ജിഹാദി വീര്യത്തെ നമ്മൾ കെടുത്തണം. 2, അവരെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യണം. 3, അവർക്കിതിന് പ്രചോദനം നൽകുന്നത് ഒരു പരിധിവരെ അവരുടെ മതഗ്രന്ഥമാണ്, ഖുർആനാണ്. അതുകൊണ്ട് ഖുർആനുമായിട്ട് അവരെ അകറ്റണം. ഈ 3 നിർദ്ദേശങ്ങളാണ് വില്യം മൂർ വൈസ്രോയുടെ മുന്നിൽ വച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് 1861 മുതൽ 67 വരെയുള്ള കാലഘട്ടം. ആ 6 വർഷ കാലഘട്ടം ഡൽഹിയിൽ നമ്മൾ കണ്ടത് ഇത് 3ന്റെയും സാക്ഷാത്കാരമായിരുന്നു. 3 ലക്ഷത്തോളം ഖുർആനിന്റെ പ്രതികളാണ് കത്തിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയാണ് മരങ്ങളിൽ കെട്ടിത്തൂക്കപ്പെട്ടതും പന്നിയുടെ തോലിൽ കെട്ടി കത്തിക്കരിക്കപ്പെട്ടതും. ലോകത്ത് ഒരുപാട് സ്വേച്ഛാധിപതികളും ഏകാധിപതികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യരെ അടിച്ചമർത്തുന്ന, മനുഷ്യരെ കീഴ്പ്പെടുത്തുന്ന ഒരുപാട് സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഇന്ന് ലോകം സ്മരിക്കുന്നത് അവർ ചെയ്തു കൂട്ടിയ കൂട്ടക്കൊലകളുടെ പേരിലും അവരുടെ ക്രൂരതകളുടെ പേരിലും. 2ാം ലോക മഹായുദ്ധകാലത്ത് ജനങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലറെ ജനങ്ങൾ പേടിച്ചു, ജനങ്ങൾ ആരാധിച്ചു. മുസോളിനി ഹിറ്റ്ലറുടെ മുന്നിൽ ഒന്നുമായിരുന്നില്ല. ഗ്യാസ് ചേംബറിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്.
അതുപോലെ പോൾപോട്ട് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയെ നമ്മൾ ഇന്ന് ഓർക്കുന്നത് കൂട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന തലയോട്ടികളുടെ മുന്നിലുള്ള ഒരു ചിത്രമാണ്. അത്രമാത്രം കൊലപാതകങ്ങളും ക്രൂരതകളും നടത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. സ്റ്റാലിനെ മനുഷ്യൻ ഓർക്കുന്നത്, ചരിത്രം സ്റ്റാലിനെ രേഖപ്പെടുത്തുന്നത് ക്യാമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങോട്ട് തള്ളിവിട്ട് അവിടെ നടത്തിയ കൂട്ടക്കൊലകളുടെ പേരിലാണ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു പ്രത്യേകമായൊരു ദിവസത്തിൽ ഈ ഏകാധിപതികളെക്കുറിച്ചും അവരുടെ ഏകാധിപത്യ പ്രവണതകളെക്കുറിച്ചും പ്രത്യേകം ഓർക്കാൻ കാരണം, ഈ മാസത്തിനും ഇന്നത്തെ ദിവസത്തിനും ചരിത്രപരമായ ധാരാളം പ്രത്യേകതകളുണ്ട്. നാം മുഹറം മാസത്തിലാണുള്ളത്. പ്രത്യേകിച്ച് മുഹറത്തിന്റെ സവിശേഷമായ 10 ഇന്ന് നാം ഉള്ളത്. അതൊരു വെള്ളിയാഴ്ച കൂടി ആയി വന്നു എന്നുള്ളത് തികച്ചും യാദൃച്ഛികമാണ്. ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ അധികം പേരും ഇന്നത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച ആളുകളായിരിക്കും. എന്തിനാണ് നാം ഇന്നൊരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത്? ഇന്നത്തെ നോമ്പ് കേവലം ഒരു ആത്മീയതയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ഒരു ഇബാദത്താണെങ്കിൽ പോലും ഈ ഇബാദത്തിന്റെ പിന്നിൽ സാമൂഹ്യമായ, ചരിത്രപരമായ, രാഷ്ട്രീയമായ ചില സംഭവങ്ങൾ ഉണ്ട്. 3 പ്രധാനപ്പെട്ട സംഭവങ്ങളെ അനുസ്മരിക്കേണ്ട ഒരു മാസമാണ് മുഹറം. ഒന്ന്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയാണ്. മറ്റൊന്ന്, ഹിജറയുടെ 61 ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അതിപ്രധാനമായ മറ്റൊന്ന്, ഫിരോൻ എന്ന് പറയുന്ന ലോകം കണ്ട ലക്ഷണമൊത്ത ഫാസിസ്റ്റിൽ നിന്നും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബനീ ഇസ്രായേലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു നോമ്പനുഷ്ഠാനം കൊണ്ട് മാത്രം തീരേണ്ടതല്ല മുഹറം 10 ആചരണം എന്നുള്ളത്. ഈ നോമ്പിന്റെ പിന്നിലുള്ള ഒരു ചരിത്രത്തെ കുറിച്ചുകൂടി നമുക്ക് ബോധ്യം ഉണ്ടാകണം. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല വിമോചനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പ്രവാചകന്മാരുടെ വിമോചന ദിവസങ്ങളൊന്നും ഇങ്ങനെ ഒരു നോമ്പനുഷ്ഠാനവുമായി അല്ലാഹു ബന്ധപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിമോചനം. ആ വിമോചനത്തെ അല്ലാഹു തആല ലോകാവസാനം വരെ സ്മരിക്കപ്പെടാൻ വേണ്ടി കൃത്യമായൊരു നോമ്പനുഷ്ഠാനം മുഹറം 10 അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം ഇത് ലോകാവസാനം വരെ ഓർത്തിരിക്കേണ്ട ഒരു വിമോചനമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത്. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി, തന്റെ നുണയുടെ പേരിൽ പടുത്തുയർത്തിയ, ക്രൂരതയുടെ പേരിൽ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിയ സമൂഹത്തിനോട് അദ്ദേഹം ചെയ്ത ക്രൂരതകൾ, ആ ക്രൂരതകൾ ലോകാവസാനം വരെ മനുഷ്യർ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വർഷവും മുഹറം 10 ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. അത് നമുക്ക് എല്ലാ വർഷവും ഓർക്കേണ്ടത് തന്നെയാണ്. കാരണം ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായിരുന്നു ഫിറോൻ. ഖുർആൻ അങ്ങനെയാണ് അവൻ അടയാളപ്പെടുത്തിയത്. 136 സ്ഥലത്താണ് ഫിറോന്റെ ചരിത്രം അല്ലാഹു തആല പറയുന്നത്. ഈ ഖുർആൻ അല്ലാഹു നമുക്കിറക്കിയ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ 136 പ്രാവശ്യം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും 74 പ്രാവശ്യം ഫിറോന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും ഈ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ഈ വിമോചനം ലോകാവസാനം വരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഇതിനർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിറഔൻ. ഫറോവ എന്നുള്ളത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിൽ ചത്തൊടുങ്ങിയ ഒരു മനുഷ്യന്റെ പേര് മാത്രമല്ല, ലോകാവസാനം വരെ വരുന്ന മുഴുവൻ സമുദായങ്ങൾക്കും ഫിറഔൻ ഉണ്ടാകും. ഫിറഔൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേര് മാത്രമല്ല, ക്രൂരന്മാരായ സ്വേച്ഛാധിപതികളായ ഏകാധിപതികളായ മുഴുവൻ ഭരണകർത്താക്കളുടെയും പേരാണ് ഫിറഔൻ എന്നുള്ളത്. ഈ ഫിറഔൻ എല്ലാ സമുദായത്തിലും ഉണ്ടാകും. ലോകാവസാനം വരെ ഫിറഔന്റെ സാന്നിധ്യമില്ലാതെ ഉണ്ടാവില്ല. ഫിറഔൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഫിറഔനോടൊപ്പം ഖുർആൻ പരിചയപ്പെടുത്തുന്ന 2 പേരുകൾ കൂടിയുണ്ട്. അത് ഒന്ന് ഹാമാനിന്റെ പേരാണ്, മറ്റൊന്ന് ഖാറൂനിന്റെ പേരാണ്.
ഹാമാനിനെ ഫിരൗന്റെ വലതുവശത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഖാറൂനിനെ ഇടതുവശത്താണ് പ്രതിഷ്ഠിച്ചത്. ഹാമാൻ എന്ന് പറയുന്നത് ഈ ഫിരൗനിന്റെ മന്ത്രിയാണ്, കൊല്ലുന്ന രാജാവിന്റെ തിന്നുന്ന മന്ത്രി. ഖാറൂൻ എന്ന് പറയുന്നത് അവന്റെ കോർപ്പറേറ്റ് മുതലാളിയാണ്. അപ്പൊ ഫിരൗൻ ഒറ്റയ്ക്കല്ല, ഫിരൗനിന്റെ ഇടത്തും വലത്തുമായി അവനെ ഈ ഹിംസയ്ക്കെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു മന്ത്രിയുണ്ട്. ഇപ്പുറത്ത് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും ഒതുക്കിക്കൂട്ടുന്ന കട്ടെടുക്കുന്ന ഒരു കോർപ്പറേറ്റ് ഉണ്ട്. ഈ മുക്കൂട്ട് മുന്നണിയെയാണ് ഖുർആൻ ഫിരൗനിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഫിരൗൻ എന്നുള്ളത് ലോകാവസാനം വരെ ഉണ്ടാകുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ പേരാണ് എന്നതുകൊണ്ട് തന്നെ ഫിരൗനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. എക്കാലത്തും ഫിരൗന്മാരുണ്ടാകും. ഈ ഫിരൗന്മാർക്ക് ശരിക്കും അന്നത്തെ ഫിരൗനുമായിട്ട് സാമ്യതകൾ ഉണ്ടാകും. അത് വളരെ കൃത്യമാണ്. നിങ്ങൾ ലോകത്തെ ഏത് ഏകാധിപതി എടുത്തു നോക്കിയാലും മൂസാ നബി അലൈഹി ഇസ്ലാം വിമോചനം സാധ്യമാക്കിയ ഫിരൗനുമായിട്ട് വലിയ സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ഫിരൗൻ സത്യത്തിൽ ഈജിപ്തുകാരനായിരുന്നില്ല. ഇറാഖിലാണ് ഫിരൗന്റെ ജനനം. ഇറാഖിൽ നിന്നും ഈജിപ്തിലേക്ക് വരുന്നത് ദാരിദ്ര്യത്തിന്റെ പേരിലാണ്. ദാരിദ്ര്യത്തിന്റെ പേരിൽ ഈജിപ്തിൽ വന്ന ഫിരൗൻ സത്യത്തിൽ ആദ്യം അദ്ദേഹത്തിന് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഒരു ശ്മശാനത്തിന്റെ സൂക്ഷിപ്പ് ജോലിയാണ്. മനുഷ്യരുടെ മയ്യത്ത് കബറടക്കുന്ന ശ്മശാനത്തിന്റെ സൂക്ഷിപ്പ് ജോലിയാണ് ആദ്യം ഫിരൗന് കിട്ടുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് മിസ്രിൽ ഒരു വസൂരി ഉണ്ടാകുന്നു, പകർച്ചവ്യാധി ഉണ്ടാകുന്നു. ധാരാളം ആളുകൾ മരണപ്പെട്ടു. അവസരം മുതലാക്കിയ ഫിരൗൻ ഓരോ മയ്യത്തിനും ഓരോ ദിർഹം വീതം കൈക്കൂലി വാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഇറാഖിൽ നിന്നും ദാരിദ്ര്യം കൊണ്ട് ഈജിപ്തിലേക്ക് വന്ന ഫിരൗൻ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ തുടങ്ങുന്നത്. അവൻ തന്റെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തിൽ ചേരുന്നുണ്ട്. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി ഉന്നത സൈന്യാധിപനായി മാറുകയും ചെയ്യുന്നുണ്ട്. രാജാവുമായുള്ള അടുപ്പം മുതലാക്കിക്കൊണ്ട് രാജാവിന് ശേഷം അവൻ രാജകീയ പദവിയിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും രാജ്യം ഭരിക്കുന്ന ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന ആളാണ് ഫിരൗൻ. നമുക്ക് ഇന്നത്തെ സ്വേച്ഛാധിപതികളെ നോക്കിയാലും ഈ സാമ്യത കാണാൻ കഴിയും. അതുപോലെ ഫിരൗൻ അവൻ എല്ലാ നിലയ്ക്കും ഫിരൗനിനോട് ഇന്നത്തെ ഏകാധിപതികൾക്ക് സാമ്യത ഉണ്ടാകും. ഫിരൗന്റെ വാദമായിരുന്നു, ഞാനൊരു ബയോളജിക്കൽ ജന്മമല്ല എന്റേത്, എന്നെ ദൈവം നിശ്ചയിച്ചത്, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പലപ്പോഴും അവൻ പറഞ്ഞു. അന റബ്ബുക്കുമുല്ല, ഞാനാണ് നിങ്ങളുടെ ദൈവം, നിങ്ങൾക്ക് ഞാനല്ലാതൊരു ദൈവമില്ല എന്ന് ഫിറൗൻ പറഞ്ഞു. ഇന്നത്തെ ഏകാധിപതികളും പറയുന്നത് അത് തന്നെയാണ്, ഞാനൊരു സാധാരണ ജന്മമല്ല, ബയോളജിക്കൽ ജന്മമല്ല, എന്നെ ദൈവം നിശ്ചയിച്ചതാണ് എന്ന് പറയുക. അത് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു, പലരും പറഞ്ഞു ഞാൻ ദൈവികമായി നിയോഗിക്കപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുണ്ട്. അത് ഏകാധിപതികളുടെ ഭാഷയാണ്, സ്വേച്ഛാധിപതികളുടെ ഭാഷയാണ്. എന്നും അവർ അങ്ങനെയാണ് സംസാരിക്കുക. അതുപോലെ അവർ എപ്പോഴും പൊങ്ങച്ചക്കാരായിരിക്കും, തങ്ങളുടെ ചെയ്തിയുടെ പേരിൽ പൊങ്ങച്ച നടിക്കും. ഫിറൗൻ അങ്ങനെയായിരുന്നു. അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. അവൻ ഈജിപ്തുകാരോട് ചോദിക്കുമായിരുന്നു, ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലേ? ഈജിപ്തിലെ നദികൾ മുഴുവനും ഒഴുകുന്നത് എന്റെ അധികാര പ്രദേശത്തൂടെയല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവൻ പൊങ്ങച്ച നടിക്കുമായിരുന്നു. ഇന്നത്തെ ഏകാധിപതികളും അവന്റെ 56 ഇഞ്ച് നെഞ്ചിന്റെ വീര്യം പറഞ്ഞാണ് പൊങ്ങച്ച നടിക്കുക. ഫിറൗൻ അവന്റെ സംസാരത്തിൽ ഉടനീളം പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, അന അന, ഞാൻ ഞാൻ. ഇത് ഫിറൗന്റെ ഭാഷയായിരുന്നു. ഇന്നത്തെ ഏകാധിപതികളും അങ്ങനെയാണ്. 5 മിനിറ്റ് പ്രസംഗിച്ചാൽ 7 പ്രാവശ്യമെങ്കിലും ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കും. ഫിറൗൻ മങ്കീബാത്ത് നടത്തുമായിരുന്നു. വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്, യാ കൗമി യാ കൗമി എന്ന് വിളിച്ചുകൊണ്ട് ഫിറൗൻ മങ്കീബാത്ത് നടത്തുമായിരുന്നു. ഇങ്ങനത്തെ ഏകാധിപതികളും അവർ ഹിന്ദിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു ഭാഷയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മേരെ പ്യാരെ ദേശവാസി എന്നവരും പറയും. അപ്പൊ ഏകാധിപതികൾക്കിടയിൽ ഈ ഒരു സാമ്യത അത് എക്കാലഘട്ടത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. 136 സ്ഥലത്ത് മൂസാ നബിയുടെ പേരെടുത്ത് പറഞ്ഞു. എല്ലാ വർഷവും മുഹറം 10 നമ്മളെ കൊണ്ട് നോമ്പനുഷ്ഠിപ്പിച്ചുകൊണ്ട് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് അയവിറക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നതും ഏകാധിപതികൾ എക്കാലഘട്ടത്തിൽ ഉണ്ടാകും. ഫിറൗൻ അവന്റെ സ്വർണവളകളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്തേ ഇതുപോലത്തെ സ്വർണവള മൂസയ്ക്കില്ലാത്തത്? ഇന്നും ഏകാധിപതികൾ സംസാരിക്കുന്നത് അവർ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിലെ സ്വർണ്ണ നൂലുകളെ കുറിച്ചാണ്.
അതുകൊണ്ട് ഫിറഔനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഫിറഔൻ നാട് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മുടെ നിലപാട് അത് മൂസാ നബി പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അന്ന് അവിടെ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്, ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ മൂസാ നബിക്ക് പോലും ആദ്യം ഭയമായിരുന്നു. സൂറത്തുൽ ഖസസിൽ എത്ര പ്രാവശ്യമാണ് മൂസാ നബിയുടെ സംസാരം അല്ലാഹു ഉദ്ധരിക്കുന്നത്? എനിക്ക് ഭയമാണ്, ഞാൻ അങ്ങോട്ട് പോകില്ല എന്നാണ് മൂസാ നബി പറഞ്ഞത്. പക്ഷെ അല്ലാഹു പറഞ്ഞു, പൊക്കോ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, പേടിക്കണ്ട. എന്റെ അടുക്കൽ മുർസലിങ്ങൾ പേടിക്കേണ്ടതില്ല. എല്ലാവിധ ഭയവും മൂസാ നബിക്ക് അല്ലാഹു തആല മാറ്റിക്കൊടുത്തു. മൂസാ നബിയുടെ ഭയം മാറി. ഭയം മാറിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ മൂസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്, ചെങ്കടൽ മുന്നിലാണ്, ഫിറൗനും അവന്റെ പട്ടാളവും പിന്നിലാണ്. ആ സമയത്ത് എല്ലാവരും ഭയപ്പെടേണ്ട സമയത്ത് ഭയമില്ലാതെ മൂസാ നബി പറഞ്ഞു, അനുയായികൾ ഇന്നാല മുദ്റക്കു, ഞങ്ങൾ പെട്ടുപോയല്ലോ മൂസ എന്ന് പറഞ്ഞ സമയത്ത് മൂസാ നബി പറഞ്ഞത്, കല്ല, വേണ്ട, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇന്നമാ ഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറോവയുടെ പട്ടാളമാണ്, പക്ഷേ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ധൈര്യസമേതം മൂസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്. സഹോദരങ്ങളെ, ഏകാധിപതികളുടെ കീഴിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ പറയേണ്ട ഒരു വാക്കിതാണ്, പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഇന്നമാ ഈ റബ്ബി, റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരും. അള്ളാഹു മുന്നിൽ ഒരു വഴി കാണിച്ചു തരും. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു തആല വഴി കാണിച്ചു കൊടുത്തില്ലേ? ചെങ്കടൽ പിളർത്തി മൂസാ നബിയെയും അനുയായികളെയും അള്ളാഹു തആല മറുകര കടത്തിയില്ലേ? ആ അള്ളാഹു ഇന്നുണ്ട്, ആ പടച്ചോൻ, ആ ശക്തിയും ഇന്നുണ്ട്, ഒട്ടും കുറഞ്ഞിട്ടില്ല. അള്ളാഹു മൂസാ നബിക്ക് കൊടുത്ത ആയുധം വെറും വടിയാണ്. ഏതു വടി? ആടുമേച്ച വടി. ആ വടിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആയത്തുൽ കുബ്ര, വലിയ ദൃഷ്ടാന്തം എന്നാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിനെതിരെ, ആ സാമ്രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ അള്ളാഹു കേവലം ആടുമേച്ച വടിയെ ആയുധമാക്കിയെങ്കിൽ അള്ളാഹു തീരുമാനിച്ചാൽ ഒരു വടി മതി ഏത് സാമ്രാജ്യത്തെ ശക്തിവിനെയും തോൽപ്പിക്കാൻ. നമ്മൾ കണ്ടല്ലോ, അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിനെതിരെ ഹുർമൂസ് എന്ന് പറയുന്ന കടലിടുക്ക് കൊണ്ടാണ് ഇറാൻ ജയിച്ചത്. പടച്ചോൻ വിചാരിച്ചാൽ ഒരു വടി മതി, പടച്ചോൻ ഒരു കടലിടുക്ക് മതി ഒരു സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ. ആ അള്ളാഹു ഇന്നുമുണ്ട്, ആ പടച്ചോൻ, ആ ഖുവ്വത്ത് ഇന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏകാധിപതികളുടെ കീഴിൽ ഞെരുങ്ങി കഴിയേണ്ടവരല്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് അവരെ നാം ഉന്നതരാക്കാൻ ഉദ്ദേശിക്കുന്നു, അവർക്ക് നാം അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഏകാധിപതികളാൽ ചവിട്ടിമെതിക്കപ്പെടുന്ന ജനവിഭാഗത്തെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതെന്റെ ഉദ്ദേശമാണ്. ഈ അധികാരത്തിന്റെ അനന്തരാവകാശികളാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നും മർദ്ദിത സമൂഹം മർദ്ദിതരായിരിക്കില്ല. മർദ്ദിത സമൂഹത്തെ അല്ലാഹു തആല അധികാരം കൊടുക്കും. അള്ളാഹു അധികാരം കൊടുക്കും, അത് പടച്ചോന്റെ വാഴ്തയാണ്. ഫിറഔനെയും അവന്റെ പട്ടാളത്തെയും ഹാമാനിനെയും എന്താണോ അവർ ഭയപ്പെട്ടത് അത് കാണിച്ചു കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തആല അത് കാണിച്ചു കൊടുത്തു. ആ ചെങ്കടലിൽ ആ ഫിറഔനെ അള്ളാഹു തആല മുക്കിക്കൊന്നു, അവന്റെ പട്ടാളത്തെയും അള്ളാഹു തആല മുക്കിക്കൊന്നു. അതുകൊണ്ട് നാം ഈ ചരിത്രം ഓരോ മുഹറം 10-നും കേവലം ഒരു നോമ്പനുഷ്ഠാനത്തിൽ നമ്മുടെ ചടങ്ങുകൾ ഒതുങ്ങരുത്. നമ്മൾ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നടക്കണം. ആ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഒരു സ്വേച്ഛാധിപതിക്കും അല്ലാഹു തആല എന്നേക്കുമായി ഒരു രാജ്യവും ഒരു അധികാരവും എഴുതി കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരു അന്ത്യം ഉണ്ടാകും. അല്ലാഹു ചെങ്കടലിനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഫിറഔനെ സൃഷ്ടിച്ചത്. ഫിറഔനെ നശിപ്പിക്കാനുള്ള ചെങ്കടലിനെ പടച്ചവൻ നേരത്തെ ഒരുക്കി വെച്ചവനാണ് അല്ലാഹു. ആ പടച്ചവന് ഓരോ ഏകാധിപതിയെ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നേരത്തെ ഒരുക്കി വെക്കാൻ അല്ലാഹുവിന് കഴിയും. അത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഏത് ഏകാധിപതിയുടെ കീഴിലും ഭയപ്പാടില്ലാതിരിക്കുക. ഭയമുള്ളവന് ജയിക്കാൻ കഴിയില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്നതല്ലല്ലോ ഭയമെന്ന് പറയുന്നത്. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന നേരം, അഹ്സാബ് യുദ്ധം, പ്രവാചക ചരിത്രത്തിലെ വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു അഹ്സാബ് യുദ്ധം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി ശത്രു പോയാൽ ശത്രു തിരിച്ചു വരില്ല. ശത്രുവിന് എന്നെ ഭയമാണ്, ഇനി അവർ തിരിച്ചു വരില്ല, അവർ വന്നിട്ടുമില്ല. ഞാൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ 1 മാസത്തെ വഴിദൂരമുള്ള ശത്രുവിനെ പോലും എന്നെ ഭയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ പേടിച്ചാൽ അവനെ എല്ലാവരും പേടിക്കും, എല്ലാവരും പേടിക്കും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളത്. ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആരെയും ഭയപ്പെടാതിരിക്കുക. ഭയപ്പെടേണ്ടത് പടച്ച തമ്പുരാൻ മാത്രമാണ്.
അതുപോലെ ഈ ഏകാധിപതികളുടെ ചെയ്തികൾ എക്കാലത്തും ഒരുപോലെയാണ്. അവർ തമ്മിൽ വലിയ സാമ്യത ഉണ്ടെന്ന് മാത്രമല്ല, അവരുടെ ചെയ്തികൾ ഒരുപോലെയാണ്. ഫിറൗൻ എന്താ ചെയ്തത്? ഫിറൗനെ ഖുർആൻ പരിചയപ്പെടുത്തത് ആണി ഫിറൗൻ എന്ന ആണി ഫിറൗൻ. ആണിയടിച്ച് മനുഷ്യരെ മലർത്തിക്കടത്തിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചവനാണ് ഫിറൗൻ. അത്ര ക്രൂരനായിരുന്നു ആ മനുഷ്യൻ. സ്വന്തം ഭാര്യയെ പോലും, ആസിയ ബീവി, സത്യവിശ്വാസിനികൾക്ക് അല്ലാഹു മാതൃകയാക്കിയ ആസിയ റളിയല്ലാഹു തആല അൻഹ അവന്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യയെ പോലും അവൻ പീഡിപ്പിച്ചു. അവസാനം അവർ പ്രാർത്ഥിച്ചു, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന. പടച്ചവനെ, നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം തരണമേ നീ. മരണസമയത്ത് ആസിയാബിയുടെ പ്രാർത്ഥനയാണത്. എന്നെ ഈ ഫിറഔനിൽ നിന്ന് രക്ഷിക്കണമേ, ആസിയാബിയുടെ പ്രാർത്ഥനയാണ്. എത്ര പേരെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്തത്? മാഷിത്ത എന്ന് പറയുന്ന ഒരു മഹദിയുടെ ചരിത്രം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഫിറഔന്റെ കൊട്ടാരത്തിൽ അവന്റെ മക്കൾക്ക് വേണ്ടി തലചീകി കൊടുത്തിരുന്ന ഒരു പെൺകുട്ടിയാണ് മാഷിത്ത. മൂസാ നബിയിൽ വിശ്വസിച്ചു. ഒരിക്കൽ ആ ചീപ്പ് താഴെ വീഴുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ചീപ്പ് എടുത്തു. ബിസ്മില്ല. അപ്പോൾ ഫിറഔന്റെ മകള് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന അള്ള ഏതാണ്? എന്റെ വാപ്പയെ കുറിച്ചാണോ പറയുന്നത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അല്ലല്ല, നിന്റെയും എന്റെയും ഒക്കെ, നിന്റെ വാപ്പയുടെയും ഒക്കെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തന്റെ കൊട്ടാരത്തിൽ തന്റെ മകളുടെ തലചീകി കൊടുക്കുന്ന പെൺകുട്ടി ഇസ്ലാം വിശ്വസിച്ചു എന്ന വിവരം കിട്ടിയപ്പോ ഫിറൗൻ തന്റെ ആൾക്കാരോട് അവരെ പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ക്രൂരമായി പീഡിപ്പിച്ചു. പക്ഷെ മാഷിത്ത പിന്മാറിയില്ല. അവസാനം അവരുടെ 3 മക്കളെ തിളപ്പിച്ച് എണ്ണയിലിട്ട് കൊന്നു. അവളെയും കൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോകുന്ന സമയത്ത് സ്വർഗ്ഗത്തിലൊരു സ്ഥലത്തൊരു സുഗന്ധം നന്നായിട്ട് അനുഭവപ്പെട്ടു. നബി ചോദിച്ചു, ജിബ്രീൽ, എന്താണ് ഈ സുഗന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് മാഷിത്തയുടെ സുഗന്ധമാണിത്. മാഷിത്തയുടെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണിത്. ഫിറൗൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ മനുഷ്യരാണ്. ഇവിടെയുമുണ്ട് 2002 ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു ബിൽക്കീസ് ബാനു ഉണ്ട്. നമുക്ക് മാഷിത്തയോട് ചേർത്ത് വെക്കാം. 3 വയസ്സുള്ള അവളുടെ കുട്ടിയെ മതിലിലടിച്ചാണ് ക്രൂരന്മാർ കൊന്നുകളഞ്ഞത്. തന്റെ 7ഓളം വരുന്ന ബന്ധുക്കളെ തന്റെ മുന്നിലിട്ടാണ് പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞത്. ഒരു ബിൽക്കീസ് ബാനു ഇവിടെയുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ എന്നും സാമ്യതകൾ ഉണ്ടാവും. ഏകാധിപതികളുടെ ക്രൂരതകൾ, അവരുടെ ചെയ്തികൾ എന്നും ഒരുപോലെയായിരിക്കും. പക്ഷെ നാം ഭയപ്പെടാതിരിക്കുക. അള്ളാഹുവിനെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് കിസ്രയെ തോൽപ്പിച്ച സമൂഹമാണ്. കൈസറിനെ തോൽപ്പിച്ച സമൂഹമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കിസ്ര പോയാൽ പിന്നെ കിസ്ര ഉണ്ടാകില്ല, കൈസർ പോയാൽ പിന്നെ കൈസർ ഉണ്ടാകില്ല. അവരുടെ കൊട്ടാരത്തിലെ നിധിശേഖരങ്ങളെ മുസ്ലിം സമൂഹമേ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ലേ? കിസ്രയെ പരാജയപ്പെടുത്തിയില്ലേ? കൈസറിനെ പരാജയപ്പെടുത്തിയില്ലേ? ആ കൊട്ടാരത്തിലെ സ്വർണവളകൾ കൊണ്ടുവന്ന് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അണിയിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹം അള്ളാഹുവിനെ ചേർത്ത് നിർത്താൻ കഴിയുമെങ്കിൽ, പടച്ചതമ്പുരാനെ ഒപ്പം നിർത്താൻ കഴിയുമെങ്കിൽ ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ കഴിയില്ല. അവിടെ എന്തൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, പട്ടാളം അവരുടെ കൂടെയാണ്, പോലീസ് അവരുടെ കൂടെയാണ്, അധികാരം അവരുടെ കൂടെയാണ്, എല്ലാം അവരുടെ കൂടെയാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഫിറൗന്റെ കൂടെ ആയിരുന്നില്ലേ ഫിറൗന്റെ പട്ടാളം? അപ്പോഴല്ലേ മൂസാ നബി ജയിച്ചത്. അതുകൊണ്ട് നമ്മൾ 1.5 മാസത്തിനിടയ്ക്ക് ഈ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് 22-23ഓളം വരുന്ന പള്ളികളും മദ്രസകളും ദർഗകളും പൊളിക്കപ്പെട്ടു. കേവലം 1.5 മാസത്തിന്റെ ഉള്ളിൽ നടന്ന കാര്യമാണ്. ബുൾഡോസർ രാജ്യത്ത് വ്യാപകമായി നടക്കുകയാണ്. അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിലെല്ലാം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുകയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിറൗനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വേണ്ടത് അള്ളാഹുവിനെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക, പ്രതീക്ഷയുള്ളൊരു സമൂഹമായി മാറുക. നമുക്കെന്നും പ്രതീക്ഷയാണ്. നിരാശ നമ്മുടെ അജണ്ടയിലില്ല. നിരാശപ്പെടുന്നത് വിശ്വാസിയുടെ സ്വഭാവമല്ല. എന്നും നമുക്ക് പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിന്റെ സഹായം വരിക തന്നെ ചെയ്യും. ഈ അക്രമികൾ ചെയ്തു കൂട്ടുന്നത് പടച്ചോൻ കണ്ടില്ല എന്ന് നീ വിചാരിക്കേണ്ട. അള്ളാഹു ഇത് കാണുന്നുണ്ട്. അള്ളാഹു അതൊരു സമയത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് കുരിശുപട കീഴടക്കിയ സമയം നൂറുദ്ദീൻ സെങ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മിമ്പർ പണിതു വെച്ചു, കുദിസിൽ വെക്കാൻ വേണ്ടി മിമ്പർ പണിതു വെച്ചു. പക്ഷേ ആ നൂറുദ്ദീൻ സിംഗിക്ക് താൻ പണിത മിമ്പർ കുദിസിൽ വെക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കുദിസ് തിരിച്ചു കിട്ടിയില്ല. 20 വർഷം കഴിഞ്ഞപ്പോൾ കുദിസ് തിരിച്ചു പിടിച്ചു സലാഹുദ്ദീൻ അയ്യൂബി. അന്ന് നൂറുദ്ദീൻ സിംഗി പണിത മിമ്പർ കുദിസിൽ വെക്കപ്പെടുകയുണ്ടായി. ഇതാണ് നമുക്ക് നൽകുന്ന പ്രതീക്ഷ.
ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി ബദറിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഓരോ ശത്രുവിന്റെ നേതാക്കളും മറിഞ്ഞു വീഴുന്ന സ്ഥലങ്ങൾ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. ഇവിടെയായിരിക്കും അബൂജഹൽ വീഴുക. ഓരോ നേതാവും വീഴുന്ന സ്ഥലം, വെട്ടേറ്റ് വീഴുന്ന സ്ഥലം റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. സഹാബത്തിന് പ്രതീക്ഷ കൊടുത്തു. ഈ പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഖന്തക്കിന്റെ കടം കുടിക്കുന്ന സമയം 3 ദിവസം പട്ടിണിയാണ് നബിയും സഹാബത്തും. പക്ഷെ ആ പട്ടിണിക്കിടയിലും കൊത്തിയാൽ പൊട്ടാത്ത കല്ല് പ്രവാചകൻ അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങി കൊത്തിപ്പൊട്ടിക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്തത് പ്രതീക്ഷയുടെ വാക്കുകളാണ്. യമനിന്റെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഓരോ കൊട്ടാരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട്, ഓരോ അധികാര കേന്ദ്രങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതെനിക്ക് കീഴ്പ്പെട്ടതായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ്, ഒരു ഭീരുത്വവും നമുക്ക് വേണ്ട. ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, തവാഫ് ചെയ്യുന്ന സമയത്ത് റംല് നടത്തം എന്ന് പറഞ്ഞൊരു നടത്തമുണ്ട്. തുള്ളി നടക്കലാണ്. ആദ്യത്തെ 3 തവാഫിൽ ഇങ്ങനെ തുള്ളി നടക്കണം. ഇൽത്തിബാ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. വലത്തെ ചുമലിങ്ങനെ വെളിവാക്കിയിട്ടുകൊണ്ടാണ് വസ്ത്രം ധരിക്കേണ്ടത്. വലതു ചുമൽ കാണിക്കണം. എന്തിനാണ് ഇതെന്നറിയൂ? ഇതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. ഇസ്ലാമിന്റെ ഇസ്സത്തുമായി ബന്ധപ്പെട്ട വലിയൊരു രഹസ്യമുണ്ട്. ഇസ്ലാം ഇസ്സത്തുള്ള പ്രസ്ഥാനമാണ്. മുസ്ലിമീങ്ങൾ അന്തസ്സുള്ളവരാണ്. അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയേണ്ടവരാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിഞ്ഞു നടക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമാണ്. എന്നാൽ ഇങ്ങനെ കുനിഞ്ഞു നടക്കേണ്ടവനല്ല മുസ്ലിം. അൽ ഇസ്ലാമു ലൈസ ബിമരീലിൻ. ഇസ്ലാം ഒരു രോഗമുള്ള പ്രസ്ഥാനമല്ല, രോഗമുള്ള മതമല്ല. ഇർഫഅ റാസക്, തല ഉയർത്തി നടക്കണം. വംദുദ് ഉനുകക്, നട്ടെല്ല് നിവർത്തി നടക്കേണ്ടവനാണ് നീ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ആരുടെ മുന്നിലും കുനിഞ്ഞു നടക്കേണ്ടവനല്ല. മുസ്ലിം അന്തസ്സോടുകൂടി പറയണം, വ അന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമായി ജീവിക്കും, ഈ രാജ്യത്ത് മരിക്കും, ഇതെന്റെ അവകാശമാണെന്ന് പറയാൻ കഴിയണം. ഹിജ്റയുടെ 6-ാം വർഷം മക്കയിൽ നിന്ന് നബിയും സഹാബാക്കളും ഹിജ്റ പോയി. 6 വർഷത്തോളം തിരിച്ചു വരാൻ കഴിഞ്ഞില്ല മക്കയിലേക്ക്. 6-ാം വർഷം അവർ വന്നു. പക്ഷെ ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടു. ഹുദൈബിയ സന്ധി ഉണ്ടാക്കി തിരിച്ചുപോയി. അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് പിറ്റേ വർഷം വരാമെന്നായിരുന്നു വ്യവസ്ഥ. പിറ്റേ വർഷം വരുന്ന സമയം നബിയും സഹാബാക്കളും തവാഫിന് വേണ്ടി പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പരിസരത്ത് മത്താഫിലേക്ക് വന്നു. അപ്പൊ നബിക്കൊരു വിവരം കിട്ടി. മദീനയിൽ പോയി പനി പിടിച്ചിട്ടാണ് സഹാബാക്കളും നബിയും വരുന്നത്. ഹുമ്മ യസ്രിബ് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു പനി ഉണ്ടായിരുന്നു. മദീന പോകുന്ന ആൾക്കാർക്ക് പനി പിടിക്കും. പനി പിടിച്ചവരായിട്ടാണ് വരുന്നത്. നടക്കാൻ കഴിയാത്തവരാണ്, ആരോഗ്യമില്ലാത്തവരാണ് മുസ്ലിമീങ്ങൾ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു വരുത്തി. അതുകൊണ്ട് ഇവർക്ക് തവാഫ് ചെയ്യുമ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ സമയത്താണ് നബി തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, ആദ്യത്തെ 3 തവാഫിൽ നിങ്ങൾ തുള്ളി നടക്കണം, റംല് നടക്കണം. നിങ്ങളുടെ ചുമല് വെളിവാക്കണം, വലതു ചുമല് വെളിവാക്കണം. നിങ്ങളുടെ തുള്ളല് കണ്ടിട്ടും ഈ ചുമല് കണ്ടിട്ടും അവർ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾക്ക് പനി പിടിച്ചിട്ടില്ല, മുസ്ലിമീങ്ങൾക്ക് ഇന്നും ആരോഗ്യമുണ്ട് എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇത് കാണാൻ വേണ്ടി ഹിജ്ർ ഇസ്മായിലിന്റെ ഭാഗത്ത് മുശ്രിക്കുകൾ ഇരിപ്പുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ ഇങ്ങനെ തുള്ളി മുസ്ലിമീങ്ങൾ ബലഹീനരായി തവാഫ് ചെയ്യുന്നത് കാണാൻ. പക്ഷെ അത് കാണാൻ കഴിഞ്ഞില്ല. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്തിനാണ് ഇന്ന് റംല് നടക്കുന്നത്? ഫബിമർ റംലാൻ, ഇന്നെന്തിനാണ് റംല് നടക്കുന്നത്? അള്ളാഹു ഇസ്ലാമിനെ ഇസ്സത്തിലാക്കി. മക്ക നമ്മുടെ കയ്യിലാണെന്ന്, മക്കയുടെ അധികാരം മുസ്ലിമീങ്ങൾക്കാണ്. ഇന്നെന്തിനാണ് ഇവിടെ റംല് നടക്കുന്നത്? ഇന്നെന്തിനാണ് ഇവിടെ തോള് തുറന്നിട്ട് നടക്കുന്നത്? എന്നിട്ട് ഉമർ തന്നെ മറുപടി പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായതുകൊണ്ട് ചെയ്യാണ്. സത്യത്തിൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് മുശ്രിക്കുകളെ അള്ളാഹു നിന്ദ്യരാക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അള്ളാഹു തആല ഇസ്സത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രൗഢിയും പ്രശസ്തിയും ഈ ഒരു ഇസ്സത്തും കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഇത് വിളിച്ചു പറയേണ്ടവരാണ് നമ്മൾ. ആര് ഭരിച്ചാലും, ഏകാധിപത്യം ഭരിച്ചാലും ഏകാധിപത്യത്തിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് നമ്മളെ മുഹറം 10 പഠിപ്പിക്കുന്നുണ്ട്. ഈ രാജ്യം നമ്മുടേതു കൂടിയാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വന്ന മണ്ണാണിത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഭൂമിയാണിത്. അബൂ സഈദുൽ ഖുദ്രി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം മുസ്തദറക ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുക്കൽ ഇന്ത്യയിൽ നിന്നൊരു രാജാവ് വന്നു. അദ്ദേഹം ഇഞ്ചി കൊണ്ടുവന്നു, ഞങ്ങൾക്ക് നബി തങ്ങൾ വീതം വെച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി, സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോയി ഈ രാജ്യത്തിന്റെ കാർഷിക അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിൽ പോലും ഈ മുസ്ലിമുകൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ടല്ലേ മുഗളന്മാര് ഭരിച്ച കാലത്തല്ലേ ഇന്ത്യ രാജ്യം ഏറ്റവും വലിയ GDP ഉയർന്നു നിന്ന കാലഘട്ടം. ഇന്ന് മുഗളന്മാരെ വേണ്ട, മുഗളന്മാരുടെ തിരിശേഷിപ്പികൾ, അവരുടെ സ്മരണകളൊക്കെ പൊളിച്ചു കളയുക. അപ്പൊ PM-ശ്രീ നടപ്പിലാക്കണോ വേണ്ടയോ എന്നാണ് സംസ്ഥാനത്ത് തർക്കം. അതാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം. PM-ശ്രീയുടെ വിഷയത്തിലാണ്. PM-ശ്രീ ഒരു കാരണവശാലും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പാടില്ല. PM-ശ്രീ എന്ന് പറയുന്നത് NEP എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. ആ വിദ്യാഭ്യാസ നയം പഠിപ്പിക്കുന്നത്
ചരിത്രത്തെ വിസ്മരിക്കാനാണ്, ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നതാണ് NEP. അതിനെ അംഗീകരിക്കേണ്ടി വരുന്നതാണ് PM ശ്രീ എന്ന് പറയുന്നത്. മുഗളന്മാർ ഈ രാജ്യത്ത് നൽകിയ സംഭാവനകളെ അസ്തമിപ്പിക്കുന്ന, അതിനെയൊക്കെ തുടച്ചു മാച്ചു കളയുന്ന പരിപാടിയിലേക്കാണ് PM ശ്രീ ഒപ്പിടുന്നതിലൂടെ ചെന്നെത്താൻ പോകുന്നത്. അതുകൊണ്ട് ഏത് സർക്കാരാണെങ്കിലും അത്തരത്തിൽ ഈ സംസ്ഥാനം മതേതരമായ ഒരു സംസ്ഥാനമാണ്. ഇവിടെ സമാധാനത്തോടെ ജനങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണിത്. ഇവിടെ ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണ അജണ്ടകൾ കൊണ്ടുവരാൻ ഒരു സർക്കാരും കൂട്ടുനിൽക്കാൻ പാടില്ല. അതിൽ നിന്നെല്ലാം സർക്കാരുകൾ പിന്മാറണമെന്നാണ് ഈ ഒരു മുഹറം 10-ന് ബഹുമാന്യരായ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോടുകൂടി നമുക്ക് പറയാനുള്ളത്. പടച്ച തമ്പുരാൻ ഏകാധിപത്യങ്ങളെ അവസാനിപ്പിക്കുമാറാകട്ടെ, സ്വേച്ഛാധിപതികൾക്ക് അല്ലാഹു അന്ത്യം കുറിക്കുമാറാകട്ടെ, രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അല്ലാഹു തആല നീതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.